പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ദിനം കൂടെ കാണുവാനും കർത്താവിൽ ആശ്രയിക്കുവാനും അവന്റെ മുഖത്തേക്ക് നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സർവശക്തൻ ഒരുക്കി തരുന്ന ഓരോ സാവകാശവും വിലയേറിയതായി കണ്ടുകൊണ്ട് നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യിരെമ്യാ പ്രവചനം അതിന്റെ 17-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലോകത്തിൽ അനേക ഭാഗ്യവാന്മാരെ കുറിച്ച് ലോക ചരിത്രങ്ങളിൽ ലോകത്തിലുണ്ട്. എന്നാൽ ഒരു ഭക്തനെ കുറിച്ച്, ഒരു ദൈവിക പൈതലിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറയാം, നീ യഹോവയിൽ ആശ്രയിക്കുകയാണോ, യഹോവ തന്നെ നിന്റെ ആശ്രയമാണെന്ന് പറയുവാണോ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യപദവി. കാരണം ഈ ശ്രേഷ്ഠനായ ദൈവത്തെ വ്യക്തമായി തിരിച്ചറിയുമ്പോൾ മാത്രമേ ഈ ദൈവത്തിന്റെ ആ കാര്യപരിപാടികളെ കുറിച്ച്, ദൈവം നമ്മളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് വ്യക്തമായി തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരുവന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയത്തുള്ളൂ. അതിൽ കുറവുകൾ പറ്റുമ്പോൾ മറ്റൊന്നിൽ ആശ്രയിക്കുകയും മറ്റൊന്നിലേക്ക് നമ്മുടെ ആശ്രയം കണ്ണുകൾ തിരിയുവാനും ഇടയുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, യഹോവയിൽ ആശ്രയിക്കുക. സകലത്തിന്റെ ഉടയവൻ, സകലതും ഒരു വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയവനായ സർവശക്തനായ ദൈവത്തിൽ നീ ആശ്രയിക്കുകയാണെങ്കിൽ അങ്ങനെ ആശ്രയിക്കുന്നവനെ യഹോവയായ ദൈവം വിളിക്കുന്ന ഭാഗ്യവാൻ. ഈ നല്ലൊരു ഭാഗ്യവാനായി തീരുവാൻ, ആ നല്ലൊരു വിളിക്ക് യോഗ്യനായി തീരുവാൻ സർവശക്തനായ ദൈവം ഈ ദിനം നമ്മെ സഹായിച്ചിരിക്കുമ്പോൾ കർത്താവിൽ പരമേൽപ്പിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.